ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ സാധാരണക്കാർക്ക് എങ്ങനെ ഒരു നല്ല വീട് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. എൻ്റെ അച്ഛൻ 74-ാമത്തെ വയസ്സിലാണ് മരണമടയുന്നത്. ആ പ്രായത്തിനോടകം അച്ഛൻ 9 വീട് പണിതു. അച്ഛനെ പിന്തുടർന്നു പോന്ന ഒരു പാരമ്പര്യം എനിക്കുമുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ആ ജീനാണെന്ന് എല്ലാവരും എന്നെ പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. എൻ്റെ അച്ഛൻ വീട് പണിയുമ്പോൾ ഞങ്ങൾ 4 മക്കളാണ്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും അച്ഛനെ സപ്പോർട്ട് ചെയ്യും. കട്ട ചുമക്കാനും വെള്ളം ചുമക്കാനും എല്ലാം. ഞങ്ങൾ മൈക്കാട് പണിയെല്ലാം തന്നെ ഞങ്ങൾ 4 മക്കളും കൂടി അച്ഛനും കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മേസ്ത്രിപ്പണിക്ക് മാത്രമേ അന്ന് ആളെ വിളിക്കുമായിരുന്നുള്ളൂ. ആ ഒരു പാരമ്പര്യം പിന്തുടർന്നു പോന്നതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വീട് പണിതപ്പോഴും മൈക്കാട് പണിയെല്ലാം ഞാനും എൻ്റെ ഭർത്താവും തന്നെയാണ് ചെയ്തത്. മേസ്ത്രിക്ക് മാത്രം കൂലി കൊടുത്താൽ മതി, സാധനങ്ങൾക്ക് നല്ല വിലയാണല്ലോ. പക്ഷെ ഇന്നും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം സാധനങ്ങൾക്ക് കൊടുക്കുന്ന വിലയേക്കാൾ, നമ്മളിപ്പോൾ ഒരു വീട് പണിയുന്ന സിമെന്റ് കമ്പി കട്ട ഇതിനൊക്കെ ചെലവഴിക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ പണിക്കൂലി. കഴിവതും നമ്മൾ പണിക്കൂലി കുറയ്ക്കാൻ നമ്മൾ സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം. ഇപ്പം ചുമക്കാൻ ബുദ്ധിമുട്ടുള്ള വീട്ടുകാരാകുമ്പോൾ നമ്മളൊരു ട്രോളി മേടിക്കണം. അതിൽ ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് വണ്ടിക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് സ്പോട്ടിലേക്ക് ഈ ട്രോളിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അത് ഒരു ട്രോളി സ്വന്തമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നീടാണെങ്കിലും നമുക്കത് യൂസ്ഫുള്ളാണ്. അല്ലാതെ നമ്മൾ വാടകയ്ക്ക് എടുക്കുമ്പോൾ ദിവസ വാടകയ്ക്ക് നമ്മൾ ഈ ട്രോളി മേടിച്ച് ഉപയോഗിച്ചാൽ കൂടുതൽ പൈസ നമ്മുടെ കയ്യിൽ നിന്നും പോകും. നമ്മളുടെ മുതൽ നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും. നമുക്കതുകൊണ്ട് പലപ്പോഴും ഉപകാരവും ഉണ്ടാകും. ആദ്യം നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുക. ഈ പ്ലാൻ തയ്യാറാക്കാൻ നമുക്കറിയില്ല എങ്കിൽ നല്ലൊരു മേസ്ത്രിയെ സമീപിക്കുക. ഒരു എഞ്ചിനീയറെയൊക്കെ സമീപിച്ചാൽ സാധാരണക്കാർക്ക് ഒരു ചെറിയ വീട് പണിയണമെങ്കിൽ 4000-5000 രൂപയൊക്കെ പൈസ വാങ്ങിക്കും. അപ്പം നമ്മളെപ്പോഴും ഒരു നല്ല മേസ്ത്രിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല പ്ലാൻ തയ്യാറാക്കി അതിന് എത്ര ചെലവ് വരുമെന്ന് അവർക്ക് തന്നെ കണക്ക് കൂട്ടി പറയാൻ പറ്റും. നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും നമ്മുടെ വീട്ടിൻ്റെ ഹാളിനോട് ചേർന്ന് ഒരു ബാത്റൂം പണിയാതിരിക്കുക. ഇതിനെ കൊണ്ടുള്ള പലവിധ ദോഷവശങ്ങളുമുണ്ട്. ഇന്നിപ്പോൾ ആളുകൾക്കൊരു ട്രെൻഡാണ് ഹാളിൽ ഒരു ബാത്റൂം. എന്താ അതിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ ആ വീടിനുള്ളിൽ താമസിക്കുന്നവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുമല്ല, ഏറ്റവും വലിയൊരു ദോഷവശം ഈ ബാത്റൂമിൻ്റെ ഭിത്തിയിൽ ഈർപ്പം വലിയും. എത്രയൊക്കെ നന്നായി നമ്മൾ ടൈലിട്ടാലും കാലക്രമേണ ബാത്റൂമിൽ എവിടെയെങ്കിലും ഒരു ശകലം ലീക്ക് ഉണ്ടെങ്കിൽ അതിലൂടെ വെള്ളം ഭിത്തിയിലേക്ക് വലിഞ്ഞ് പിന്നെ ആ ഭിത്തിയിൽ സിമെന്റ് പിടിക്കില്ല, പെയിന്റ് പിടിക്കില്ല. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ടോയ്ലറ്റ് എപ്പോഴും ഔട്ട്സൈഡ് ആയിരിക്കണം. അതായത് അറ്റാച്ച്ഡ് ബാത്റൂം പണിയുമ്പോൾ ഈ ബാത്റൂമിൻ്റെയും ബെഡ്റൂമിൻ്റെയും ഭിത്തിക്കിടയിൽ ഒരു സ്പേസ് ഇട്ട് അവിടെ ഒരു വാഷിംഗ് ബേസിൻ വെക്കത്തക്ക രീതിയിൽ ഒരു ചെറിയ പോർഷൻ മതി. ആ പോർഷൻ്റെ അത്രയും തന്നെ വിസ്തീർണമുള്ള ഒരു ചവിട്ടി ഇടുകയും ചെയ്യാം. അപ്പോൾ ഈർപ്പം നമ്മുടെ ബെഡ്റൂമിൽ ഉണ്ടാവുകയുമില്ല. അത് എല്ലാവരും ശ്രദ്ധിച്ച് പണിതാൽ കാലക്രമേണ ഈ ബാത്റൂമിൽ വെള്ളം ഭിത്തി കുടിച്ചാൽ പോലും നമ്മുടെ തായ്പെരയ്ക്ക് അതൊരു ദോഷം വരില്ല. ബെഡ്റൂം എപ്പോഴും ഒരു കട്ടിൽ ആ ബെഡ്റൂമിനുള്ളിൽ തലങ്ങും വിലങ്ങും നമുക്കിടാൻ കഴിയുന്ന രീതിയിൽ പണിയണം. കാരണം ബെഡ്റൂമിൻ്റെ വിസ്തീർണം അനുസരിച്ച് ആ ബെഡ്റൂമിനുള്ളിൽ ചൂട് കുറയും. ഇടുങ്ങിയ ബെഡ്റൂമിൽ കഠിനമായ ചൂട് നിലനിൽക്കും. അതിനകത്തുനിന്ന് ചൂട് ഇറങ്ങിപ്പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ ബെഡ്റൂം ഒരിക്കലും പണിയാതിരിക്കുക. നമ്മൾ ഇപ്പോൾ ഒരു 450 സ്ക്വയർ ഫീറ്റ് വീട്, ഇപ്പോൾ ഒരു ലൈഫ് മിഷൻ പദ്ധതിയുടെ കാര്യം തന്നെ എടുക്കാം. അതിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്കൊരു വീട് പണിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹാളും ഒരു ബെഡ്റൂമും ഒരു കിച്ചണും അതിനോടൊപ്പം ഒരു ടോയ്ലറ്റും, ഇത്രയും 450 സ്ക്വയർ ഫീറ്റിനുള്ളിൽ ഒതുക്കുക. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമും ഹാളും കിച്ചണും ടോയ്ലറ്റും അതിനുള്ളിൽ തന്നെ ഒതുങ്ങും. നമ്മൾ 2 ബെഡ്റൂം എടുക്കാൻ നോക്കരുത്. ഈ ഹാളിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ കൊണ്ട് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് ഇടുക. അത് നമ്മൾ ഒരുപാട് വീതി വേണ്ട, ഒരു 2.5 അടി വീതിയിൽ ഒരാൾക്ക് നന്നായി കയറി ഇറങ്ങാൻ പറ്റും. ഒരു 2.5 അടി, 3 അടിയിൽ കൂടുതൽ ഒട്ടും പോകരുത്. ഒരു സ്റ്റെപ്പ് പണിയുക. ആ സ്റ്റെപ്പ് ഇരുമ്പ് കമ്പി കൊണ്ട് പണിതാലും മുകളിലേക്കുള്ള ഒരു സ്റ്റെപ്പ് ഏകദേശം ഇന്നത്തെ കമ്പിയുടെ വിലയും കൂലിയും എല്ലാം കൂടി വെച്ചാൽ നോക്കിയാൽ ഒരു 25,000 രൂപയ്ക്ക് ഒരു സ്റ്റെപ്പ് തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മൾ പണി തീർക്കുക. എപ്പോഴും നമ്മൾ ഈ 2 നില കൺസെപ്റ്റാണ് നമുക്ക് വേണ്ടത്. കാരണം
തായ്തറ കെട്ടുന്നതിൻ്റെ ചിലവേ വരുന്നുള്ളൂ നമ്മൾക്ക് മുകളിലേക്ക് ഒരു റൂം കൂട്ടിയെടുക്കുന്നതിന്. ഈ തറ കെട്ടുമ്പം വളരെ ഭംഗിയായി നമ്മൾ തറ കെട്ടണം ഇല്ലേ. വീടിൻ്റെ തറയാണ് ഏറ്റവും ബലവത്തായിരിക്കേണ്ടത്. തറ നമ്മൾ പണിയുമ്പോൾ എപ്പോഴും നമ്മുടെ ഭൂമിയുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ചതുപ്പ് നിലമാണെങ്കിൽ അവിടെ നമ്മൾ പില്ലർ താത്തി തന്നെ തറ കെട്ടണം. അപ്പോൾ പില്ലർ താത്തി അതിനോടനുബന്ധിച്ച് കോൺക്രീറ്റ് കെട്ടുകയോ അതല്ലെങ്കിൽ കരിങ്കല്ല് കെട്ടുകയോ ചെയ്യാം. അപ്പോൾ പില്ലർ താത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല. പിന്നെ നമ്മൾ ആ 4 മൂലയിലെയും പില്ലർ തമ്മിൽ കോർത്തിണക്കിക്കൊണ്ട് കരിങ്കല്ല് കെട്ടാം. അത് സേഫാണ്. പില്ലർ മുകളിലേക്ക് പോകുന്നത് കൊണ്ട് പേടിക്കാനില്ല. കറ്റിപ്പുള്ള ഭൂമിയാണെങ്കിൽ ഏറ്റവും നല്ലത് കരിങ്കല്ല് കൊണ്ട് തന്നെ തറ കെട്ടുന്നതാണ്. ഈ കരിങ്കൽ തറ കെട്ടിയാലുള്ള ഗുണം, ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ വെള്ളം താഴും. ഈ വെള്ളം കരിങ്കല്ല് കുടിക്കില്ല. അതുകൊണ്ട് തന്നെ ഈർപ്പം ഭിത്തി വലിക്കില്ല. മറ്റേ കോൺക്രീറ്റ് തറയാണെങ്കിൽ കോൺക്രീറ്റ് തറയിൽ ഈർപ്പം വലിയും. ആ ഈർപ്പം കുറേശ്ശെയായിട്ട് ഭിത്തിയിലേക്കും ആ ഈർപ്പം ഉണ്ടാവും. അപ്പം റൂമിനുള്ളിലൊക്കെ ഈർപ്പം അനുഭവപ്പെടും, തറയ്ക്കും തണുപ്പ് അനുഭവപ്പെടും. അതുകൊണ്ട് എപ്പോഴും കരിങ്കൽ തറയാണ് ഏറ്റവും ഉചിതമായത്. ഈ തറ കെട്ടി നമ്മൾ പില്ലറിലാണ് എപ്പോഴും പില്ലർ തന്നെ മുകളിലേക്ക് പണിയാൻ ശ്രമിക്കുക. അത് കെട്ടിടത്തിന് ഏറ്റവും ബലമുള്ള കാര്യമാണ്. അപ്പോൾ പില്ലർ ഒന്നിന് ഏകദേശം ഒരു 10,000 രൂപയിൽ തീരും. അത് നമ്മൾ ആളെ കൂലിക്ക് പണിയിപ്പിക്കുന്നതാണ്. പില്ലർ എപ്പോഴും നമ്മൾ കൂലിക്ക് പണിയിപ്പിക്കുന്നതാണ്. തച്ചിന് കൊടുത്താൽ നമുക്കത് നഷ്ടം വരും. കരിങ്കൽ കെട്ട് ഒരു കാരണവശാലും നമ്മൾ കൂലിക്ക് കൊടുക്കരുത്. അത് നമ്മൾ ഇത്രയടി കരിങ്കൽ കെട്ട് തീർത്ത് തരുന്നതിന് എത്ര രൂപ അടിക്കണക്ക് പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിൽ ഇവരത് അതും ഭംഗിയായി കെട്ടിയാൽ, ചില പെരത്തറയൊക്കെ കെട്ടിയേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിന്ന് നോക്കിയാൽ അപ്പുറത്ത് കാണാം ഭയങ്കര ഗ്യാപ്പ് കാണും. കല്ലുകൾ ഒരു കല്ലിൽ കോർത്തിണക്കി, അതായത് വാലിട്ട് കെട്ടുക എന്ന് പറയും. വാലിട്ട് കെട്ടാൻ അറിയത്തില്ലാത്ത കെട്ടുകാരുണ്ട്. അങ്ങനത്തെ കരിങ്കൽ കെട്ടുകാരൊന്നും നമ്മൾ പെരത്തറ കെട്ടാൻ വിളിക്കരുത്. നല്ല പരിചയസമ്പന്നരായ പണിക്കാരെ മാത്രമേ കരിങ്കൽ പണി ഏൽപ്പിക്കാവൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും ഇവരെ നമ്മൾ ദിവസക്കൂലി പറഞ്ഞ് ചെയ്യിക്കരുത്. അവർക്ക് നമ്മളത് മൊത്തമായിട്ട് കോൺട്രാക്റ്റ് കൊടുത്തേക്കണം. കാരണം അടിക്കണക്ക് പറഞ്ഞ് ഇത്രയടി തറ കെട്ടി തീർക്കുന്നതിന് എത്ര രൂപ, ആ ഒരു കണക്കിലാണ്. അതാണ് ഏറ്റവും ലാഭം. അപ്പോൾ അവർ നന്നായി പണിത് തീർന്ന് കഴിയുമ്പോൾ മാത്രം നമ്മൾ കൂലി കൊടുക്കുക. ഇനി ഈ തറ പണി തീർത്ത് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പില്ലറിൽ മുകളിലേക്ക് പില്ലർ കെട്ടുന്നത് കൊണ്ട് ഈ പില്ലറെ കൂട്ടി ബീം ചുറ്റോട് ചുറ്റും വന്ന് നമ്മൾ വാർക്കുകയാണെങ്കിൽ ഭിത്തി നമ്മൾ 4 ഇഞ്ച് കട്ടയ്ക്ക് കെട്ടിയാലും പ്രശ്നമില്ല. കുറച്ചുകൂടി സ്ട്രോങ് ആണ് 8, 6, 12 കട്ടയ്ക്ക് കെട്ടിയാൽ അത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ഇപ്പോൾ നിലവിലുള്ള വെയ്റ്റ്ലെസ് കട്ടയുണ്ട്. ഈ വെയ്റ്റ്ലെസ് കട്ടയ്ക്ക് നമ്മൾ പണി തീർത്താൽ വളരെ ലാഭകരമാണ്. കാരണം പെട്ടെന്ന് തന്നെ ഈ പണി തീരും. ഈ വെയ്റ്റ്ലെസ് കട്ട കെട്ടാൻ അറിയാവുന്നവരെ കൊണ്ട് പണിയിപ്പിച്ചാൽ 1-2 ദിവസം കൊണ്ട് 450 സ്ക്വയർ ഫീറ്റിൻ്റെ പണി അങ്ങ് തീർന്നു പോകും. ഭിത്തികെട്ട് തീരും. ഇതിൻ്റെ പ്രധാന ഗുണം, ഇത് നനയ്ക്കണ്ട, പിന്നെ ഇതിന് മണൽ വേണ്ട, സിമെൻറ്റ് വേണ്ട. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പണിയും തീരും, പണിക്കൂലി ലാഭം വരും. പിന്നെ ഇതിന് 90-95 രൂപയൊക്കെയാണ് പല സ്ഥലങ്ങളിലും ഈ വെയ്റ്റ്ലെസ് കട്ടയ്ക്ക് വില വരുന്നത്. എന്നാൽ ഈ വെയ്റ്റ്ലെസ് കട്ടയ്ക്ക് യാതൊരു ദോഷവശങ്ങളും ഇതുവരേക്കും കണ്ടില്ല. 7 വർഷം പണി തീർത്ത വെയ്റ്റ്ലെസ് കട്ട കൊണ്ട് പണിത വീടൊക്കെ എനിക്കറിയാം. യാതൊരു കുഴപ്പവും ഇതുവരെയും വന്നിട്ടില്ല. മഴ നനയുന്നുണ്ട്, വെയിൽ കൊള്ളുന്നുണ്ട്. നല്ല രീതിയിൽ പണി തീർത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പണിക്കാരുടെ ഗുണം കൊണ്ടാണോ. പക്ഷേ ഈ വെയ്റ്റ്ലെസ് കട്ടയ്ക്ക് ഇതുവരെ ഒരു കുഴപ്പവും ഞാൻ കണ്ടിട്ടില്ല. 7 വർഷത്തോളമായി ഇപ്പോഴും അത് നല്ല അതേപടി തന്നെ നിലനിന്ന് പോകുന്നുണ്ട്. അതിൻ്റെ പ്രധാന ഗുണം, അത് അവരകത്ത് മാത്രമേ അതിന് പുട്ടിയടിച്ച് പെയിൻറ് ചെയ്തിട്ടുള്ളൂ, പുറത്ത് പുട്ടിയടിച്ചിട്ടില്ല. അങ്ങനെ തന്നെ നിൽക്കുക. പക്ഷെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പോൾ വെയ്റ്റ്ലെസ് കട്ട നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അത് ഓരോരുത്തരുടെ ഉചിതം. വെയ്റ്റ്ലെസ് കട്ടയ്ക്ക് കെട്ടിയാലുള്ള ഗുണം ഇതാണ്, നമുക്ക് പണിക്കൂലി ലാഭമുണ്ട്. വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഈ ഭിത്തി കെട്ടി തീർക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണ് മറ്റേ ഈ സിമെൻറ്റ് ഇഷ്ടി കൊണ്ട് തന്നെ കെട്ടണമെന്നാണ്, അല്ലെ വെട്ടുകല്ല് കൊണ്ട് കെട്ടണമെന്നാണെങ്കിൽ ചുറ്റോട് ചുറ്റും വെട്ടുകല്ല് കെട്ടിയിട്ട് നമ്മൾ ഇടഭിത്തി ഈ വെയ്റ്റ്ലെസ് കട്ട കൊണ്ട് തന്നെ കെട്ടുന്നതാണ് ഉചിതം. കാരണം നമ്മൾ പില്ലർ തീർത്ത് ബീം കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ല. ഇനി ബീമും ഇല്ല, പില്ലർ മാത്രമേ മുകളിലേക്ക് പോയിട്ടുള്ളൂ, ബീം ഇല്ല എങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും സിമെൻറ്റ് ഇഷ്ടിക്ക് തന്നെ പണിയണം. ഇനി
നമ്മുടെ ഭൂപ്രദേശത്തിനനുസരിച്ച് നല്ല കറ്റിപ്പുള്ള ഭൂമിയിലാണ് നമ്മൾ ഈ കരിങ്കൽ തറയ്ക്കാണ് കെട്ടിടം പണിയുന്നതെങ്കിൽ ആ കരിങ്കൽ തറയ്ക്ക് മുകളിലേക്ക് ഈ പില്ലറും ബീമും കാര്യങ്ങളും ഒന്നും വേണ്ട. നമ്മൾക്ക് ഈ സിമെൻറ്റ് ഇഷ്ടികയ്ക്ക് 8, 6, 12 കട്ടയ്ക്ക് നമ്മൾ പണിതു പോയാൽ ആ കെട്ടിടം നല്ല ഉറപ്പുള്ളതാണ്. അതാകുമ്പോൾ ഒരുപാട് ചിലവ് വരുന്നില്ല. ആ കട്ടയ്ക്ക് പണിതിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വാർത്ത് ആ വാർക്കയ്ക്ക് മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ബോർഡ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു വീട് പണി തീർക്കാൻ പറ്റും. അപ്പം താഴെ നമ്മൾ 450 സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന വളരെ സൗകര്യമുള്ള ഒരു ഹാള്, കിച്ചണ്, ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ തീർത്തിട്ട് നമ്മൾ മുകളിലേക്ക് പണിയുമ്പോൾ നമ്മളുടെ കയ്യിൽ എമൗണ്ട് തീർന്നു. 4 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നുമല്ല. ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് നമ്മൾ അടുക്കളയാണ്. അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് അടുക്കളയുടെ പണി ആദ്യമേ തന്നെ തീർക്കുക. ഈ അടുക്കളയുടെ ഭിത്തി കെട്ടുമ്പോൾ നിങ്ങൾ ആ അടുക്കള ഭിത്തി കെട്ടുന്നതോടൊപ്പം തന്നെ സ്ലാബ് വാർത്ത് പോകാൻ ശ്രമിക്കുക. അങ്ങനെ സ്ലാബ് വാർത്ത് പോവുകയാണെങ്കിൽ അത് വളരെ പണിയെളുപ്പം ഉണ്ടാകും. കാരണം ഈ ഭിത്തിക്കുള്ളിലേക്ക് പിന്നെ നമ്മൾ തുളച്ച് കമ്പി കയറ്റി ഇടേണ്ട അവസ്ഥയൊന്നും വരുന്നില്ല. ആ ഭിത്തി കൂടുതൽ സ്റ്റാൻഡ് കൊടുക്കേണ്ടി വരുന്നില്ല. ഇപ്പം ഭിത്തിയോട് ചേർത്ത് തന്നെ ഭിത്തിയുടെ കൂട്ടി നമ്മൾ സ്ലാബ് വാർത്ത് പോകണം. ഇനി ചിമ്മിനി വേണമെന്നുള്ളവർക്കാണെങ്കിൽ നമ്മൾ ആ ചിമ്മിനിയൊക്കെ പണിത് തീർക്കുന്നത് നല്ലതാണ്. കാരണം ഒരടുക്കളയ്ക്കുള്ളിൽ തന്നെ അടുപ്പും സ്റ്റൗ അടുപ്പും ഒരേപോലെ നമുക്ക് കൊണ്ടുപോകാം. ഇനി സൗകര്യം കൂടുതലുള്ളവർക്കാണെങ്കിൽ ഒരു വർക്ക് ഏരിയ അതിനോടുകൂടി നമുക്ക് ആസ്പെറ്റോസ് ഷീറ്റിട്ട് നമുക്ക് ചാർത്തി എടുക്കാൻ പറ്റും. അങ്ങനെ ചാർത്തി എടുക്കുന്നിടത്ത് നമുക്കൊരു അടുപ്പ് തീർക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ച് ഗ്രൗണ്ട് ഫ്ലോർ വളരെ ഭംഗിയായ രീതിയിൽ അതിൻ്റെ പണിയെല്ലാം തീർത്തതിന് ശേഷം പിന്നീട് നമ്മൾക്ക് സാമ്പത്തികം കയ്യിലെത്തുന്നതിനനുസരിച്ച് മുകളിലേക്ക് പണിതാൽ മതി. അപ്പം നമ്മൾക്ക് മുകളിൽ ഈ 450 സ്ക്വയർ ഫീറ്റിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു 3 ബെഡ്റൂമെങ്കിലും എടുക്കാൻ പറ്റും. അല്ല ഇനി 2 ബെഡ്റൂം എടുത്തിട്ട് ഒരു റൂം, ഒരു ഹാള് പോലെയോ എടുക്കാനും പറ്റും നമുക്ക്. ഈ സ്റ്റെപ്പ് അങ്ങ് കയറി അപ്പം നമ്മളുടെ ഒരു നല്ല പ്ലാനാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ ഹാളിൽ നിന്നുള്ള സ്റ്റെപ്പ് എപ്പോഴും ബാത്റൂമിൻ്റെ മുകളിലേക്കാണെങ്കിൽ ബാത്റൂമിന് ഹൈറ്റ് കുറഞ്ഞിരിക്കും. ബാത്റൂമിൻ്റെ ഹൈറ്റിൻ്റെ മുകളിലേക്കാണെങ്കിൽ 2 കറങ്ങി വരുന്ന ഒരു സ്റ്റെപ്പ് ചെന്ന് മുട്ടുന്നത് ബാത്റൂമിൻ്റെ കോൺക്രീറ്റിന് മുകളിലാണ് ചെന്ന് നിൽക്കും. പിന്നെ അവിടുന്ന് നമ്മൾ മുകളിലേക്ക് കയറുന്ന രീതിയിൽ സ്റ്റെപ്പ് ഇടുക. അപ്പം നമുക്ക് ഒരുപാട് സ്പേസ് ലാഭം കിട്ടും. ആ രീതിയിൽ ഒരു പ്ലാൻ വരച്ച് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ നന്നായിരിക്കും. അപ്പം ബാത്റൂം നമ്മളെപ്പോഴും അറ്റാച്ച്ഡ് ബാത്റൂം ആണെങ്കിലും അത് ഔട്ട്സൈഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഭിത്തിയായിട്ട് ഇതിനൊരു ബന്ധം, തായ്പരയുടെ ഭിത്തിയുമായിട്ട് ഇതിന് ഒരു ബന്ധം വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, വി ബോർഡ് ഇട്ട് നമ്മൾ മുകളിലേക്ക് പണിതെന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും വരുന്നില്ല. വി ബോർഡ് ഇപ്പം നമുക്ക് 2 സൈഡിൽ വി ബോർഡ് ഇട്ട് നല്ല രീതിയിൽ ബലവത്തായ രീതിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും 1 സൈഡ് നമുക്കൊരു വി ബോർഡ് ഇട്ടാണെങ്കിലും മുകളിലേക്ക് മറച്ചെടുക്കാൻ പറ്റും. അതിന് ഒരുപാട് ചിലവൊന്നും വരുന്നില്ല. ഒരു 450 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ വാർക്കയെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 600 സ്ക്വയർ ഫീറ്റോളം ചുറ്റുവാരം വാർക്ക വരുന്നുണ്ട്. ഈ 600 സ്ക്വയർ ഫീറ്റിനുള്ളിൽ നമ്മൾക്ക് വി ബോർഡ് ഇട്ട് പണിയുമ്പോൾ പുറത്തു നിന്നല്ല സ്റ്റെപ്പ്, അതുകൊണ്ട് തന്നെ നമുക്കത് സേഫാണ്. അകത്തുനിന്ന് സ്റ്റെപ്പ് ഇടുമ്പോൾ മുകളിലേക്ക് കയറി ചെന്നാൽ അത് വളരെ സേഫാണ്. കാരണം പുറത്തുനിന്നുള്ള കയറി വരുവാണെങ്കിൽ ആ വി ബോർഡിനോട്ട് ഒരു കുത്തു കൊടുത്താലോ ഒരു കമ്പി കൊണ്ടൊന്ന് കുത്തിയാലോ തുളഞ്ഞു പോകും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ അകത്തുനിന്ന് സ്റ്റെപ്പ് ആകുമ്പം പുറത്തുനിന്നുള്ള ഒരാൾക്ക് അകത്തുകൂടി മാത്രമേ മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് വളരെ സൗകര്യമാണ്. വി ബോർഡ് കൊണ്ട് പണിതെന്ന് വിചാരിച്ച് വളരെ നല്ല രീതിയിൽ പണി തീർക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. നല്ല ഭംഗിയുമായിരിക്കും. പല ഓഫീസ് റൂമുകളൊക്കെ വി ബോർഡിലാണ് ഇന്ന് തീർത്തിട്ടുള്ളത്. അതൊക്കെ കയറി ചെല്ലുമ്പോൾ അതിനകത്ത് കുറച്ച് 5 അടി പൊക്കത്തിന് മുകളിലേക്ക് ചില്ലൊക്കെ ഇട്ട് വളരെ ഭംഗിയായി അവിടെ കർട്ടനൊക്കെ ഇട്ട് നല്ല രീതിയിൽ നമുക്ക് മുകളിൽ പണി തീർത്തെടുക്കാൻ പറ്റും. അത് നമ്മുടെ കയ്യിലുണ്ടാകുന്ന സാമ്പത്തികത്തിനനുസരിച്ച് നമുക്ക് വളരെ പതിയെ പണിതാൽ മതി. അപ്പോൾ ഏറ്റവും അത്യാവശ്യം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ വൃത്തിയാക്കുക. പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മളൊരു വീടിന് തറയെടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ഭിത്തി കെട്ടുന്നതിനൊക്കെ മുമ്പേ തന്നെ ചെയ്യണം, നമ്മുടെ മുറ്റം
ഏറ്റവും നല്ല രീതിയിൽ കെട്ടിയെടുക്കണം. ചില സ്ഥലത്തൊക്കെ മുറ്റം കുറച്ച് താഴ്ന്നിട്ട് അല്ലെങ്കിൽ മണ്ണിങ്ങനെ എടുത്തിട്ടിട്ട് മുറ്റം കുറച്ച് താഴ്ന്ന് നിൽക്കുന്നൊക്കെ അവസ്ഥ, അല്ല കയ്യാല പൊക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. മുറ്റം ലെവൽ ചെയ്ത് മഴ പെയ്താൽ വെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ വേണം ഈ മുറ്റം കെട്ടി തീർത്ത് നിലനിർത്തണം. അല്ലെങ്കിൽ എന്താ കുഴപ്പം, നമ്മൾ മുകളിലേക്ക് ഈ തറയിലോ കെട്ടി അതിൻ്റെ പുറത്തേക്ക് പിന്നെ അതിന് മുകളിൽ ഭിത്തി കെട്ടി പിന്നെ വാർത്തു, അതൊക്കെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പം മുറ്റം ഈ മഴവെള്ളം വന്ന മുറ്റത്ത് ഇറങ്ങി നിന്ന് മുറ്റം ഇടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പം മുറ്റമൊക്കെ ഇടിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മുടെ വീടിന് ബലം കിട്ടണമെങ്കിൽ നമ്മൾ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് ഈ മഴ വന്നാൽ ആ ചുറ്റുപാരം വെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ നമ്മൾ മുറ്റം കെട്ടി നിരപ്പാക്കി ഇടണം. അല്ലാതെ ഒരിടത്ത് കുറച്ച് കുഴിയുണ്ട് അല്ലെങ്കിൽ ഒരിടത്ത് വെള്ളം കെട്ടി നിൽക്കുക അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാത്ത രീതിയിൽ നല്ല രീതിയിൽ നിരപ്പാക്കി ഇടാൻ ശ്രദ്ധിക്കണം. എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഭിത്തി കെട്ടാവൂ. അല്ലെങ്കിൽ വലിയ മഴയൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, തുടർച്ചയായ മഴയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ പെര കെട്ടി മുകളിലേക്ക് വാർക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും മുറ്റി ഇടിഞ്ഞ് താഴെ പോയി പിന്നെ നമ്മുടെ പെരത്തറ തന്നെ താഴേക്ക് ഇരുന്ന് പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താഴെ തന്നെ ചുറ്റുവാരം നമുക്ക് കുറച്ചുകൂടി വിസ്തീർണത്തിൽ ഒരു 2 മുറി കൂടി കൂട്ടിയെടുക്കണമെങ്കിൽ നമ്മൾ ആ ഭിത്തിയിൽ നിന്നും 1-2 കട്ട പുറത്തേക്ക് തള്ളിയിട്ടാൽ മതി. അപ്പോൾ അതേ കോർത്ത് നമുക്ക് ഇനി റൂമുകൾ ഔട്ട് സൈഡ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒരു റൂം കൂട്ടിയെടുക്കണം. ബെഡ്റൂം ഇത് പോരാ, താഴെ തന്നെ ഒരു 2-3 ബെഡ്റൂം വേണമെങ്കിൽ നമ്മൾ ഭിത്തി കെട്ടുന്ന സമയത്ത് കട്ട തള്ളിയിടാൻ പറഞ്ഞാൽ മതി. അങ്ങനെ കട്ട തള്ളിയിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റുപാരം റൂം കൂട്ടിയെടുക്കാൻ പറ്റും. അതിനുള്ള സൗകര്യങ്ങളൊക്കെ മേസ്ത്രിമാർ ചെയ്തു തരുമല്ലോ. അപ്പം അതൊക്കെ നോക്കി കാണാം. അപ്പം നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഒരു മുറിയെങ്കിൽ ഒരു മുറി, ഒരു ബാത്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഇത്രയും നമ്മൾ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ പണി തീർത്തെടുത്ത് അതിനെ താമസിച്ചുകൊണ്ട് പയ്യെ ചെയ്തു തുടങ്ങുക. അതാണ്. എനിക്ക് വീട് പണിതപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയൊന്നുമില്ലാത്ത രീതിയിൽ കടം കയറാതെ എനിക്ക് നല്ലൊരു വീട് പണിത് തീർക്കാൻ സാധിച്ചത് ഇത്തരം ചില കണക്കുകൂട്ടലുകളോടുകൂടി മുന്നോട്ട് പോയത് കൊണ്ടാണ്. ഞാൻ ഈ 4-5 വീട് പണിതു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര പണക്കാരിയാണോ കാശ്. അല്ല കേട്ടോ, ഞാൻ തീർത്തും പാവപ്പെട്ട വീട്ടിലെ ഒരാൾ തന്നെയാണ്. എൻ്റെ സാമ്പത്തികത്തിൽ ഉൾക്കൊള്ളുന്നതുകൊണ്ട് എൻ്റെ സാമ്പത്തികം എത്രത്തോളം ഉണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പലപ്പോഴായിട്ട് എനിക്കൊരു ആദ്യം ഒരു ചെറിയ വീട് പണിതു. അത് വളരെ ചെറിയ എമൗണ്ട്, അന്നൊക്കെ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നൊരു 25,000 രൂപ എനിക്ക് ചിലവായുള്ളൂ. ആ 25,000 രൂപയ്ക്ക് എനിക്കൊരു അത്യാവശ്യം ഒരു ചെറിയ വീട് പണിയാൻ പറ്റി. അങ്ങനെ പിന്നീട് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു. കാരണം എൻ്റെ ജീവിതത്തിൽ എന്നെ ആരും സഹായിക്കാനുണ്ടായിട്ടില്ല. മാത്രമല്ല ഞാൻ ആരിൽ നിന്നും ഒന്നും ആഗ്രഹിച്ചിട്ടുമില്ല. എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും കഠിനാധ്വാനം. പിന്നെ എനിക്ക് എടുത്തു പറയത്തക്ക ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മക്കളും 3 പെൺപിള്ളേരായിരുന്നു. അവർ ഞങ്ങളുടെ സാമ്പത്തിക പരാധീനതയും എല്ലാം കണ്ടു വളർന്നതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ മക്കളോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. അവർ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിലും കോളേജിൽ പഠിച്ചിരുന്നപ്പോഴും ഒക്കെ അവർ ഒരു ടൂറ് പോകണമെന്ന് പോലും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു കുപ്പിവെള്ളം വാങ്ങിച്ചു തരണമെന്ന് പോലും എൻ്റെ മക്കൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം എന്താ, ഞങ്ങളുടെ ബുദ്ധിമുട്ടും ജീവിത പ്രാരാബ്ധങ്ങളും ഒക്കെ കണ്ടു വളർന്നപ്പോൾ മക്കൾക്കത് മനസ്സിലാകുമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ മക്കളുമായിട്ട് ഷെയർ ചെയ്യും. എല്ലാറ്റിലും ഞാൻ അവരെ പങ്കെടുപ്പിക്കും. അതുകൊണ്ട് തന്നെ അവർ എന്നെയും എൻ്റെ ഭർത്താവിനെയും മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് എന്നും ഉണ്ടായിരുന്നു. അങ്ങനെ വളർന്നുകൊണ്ട് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കയറി കിടക്കാൻ അത്യാവശ്യം ഒരു വീട് വേണം, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അപ്പോൾ എൻ്റെ സാമ്പത്തികത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഞാൻ ഈ വീട് പണിതു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ ഇത് ഒരു വലിയ പണക്കാരായിരിക്കും. അല്ല കേട്ടോ, നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൊണ്ടും സാമ്പത്തിക വീക്ഷണവും കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ, സാധാരണക്കാർക്ക് മാതൃകയാക്കാവുന്ന ഒരു സമ്പാദ്യശീലത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. എനിക്ക് എല്ലാ നിയമവശങ്ങളെക്കുറിച്ചും അറിയാവുന്നത് കൊണ്ട് ഞാൻ സർക്കാരിൽ നിന്നും വാങ്ങിക്കാൻ കഴിയുന്ന എല്ലാ ധനസഹായങ്ങളും ഞാൻ നേടിയിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിന് എനിക്കൊരു തയ്യൽ മെഷീൻ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോഴാണ് എനിക്ക് അന്ന് പഞ്ചായത്തിൽ തയ്യൽ മെഷീൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തയ്യൽ പരിശീലനം നേടിയിട്ടുള്ളവർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തയ്യൽ പരിശീലനത്തിന് പോകുമ്പോൾ അന്ന് എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓർക്കും, ഇനിയിപ്പോൾ തയ്യലിന് ഫീസ് കൊടുത്ത് എവിടെ പോയി പഠിക്കും, എന്താ ഇന്നത്തെ
പോലെ അന്ന് ഫോണും യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ എവിടെയെങ്കിലും ഒരാളുടെ അടുത്ത് പോയി തയ്യൽ പഠിക്കണം, അങ്ങനെ അപ്പോഴാണ് ബ്ലോക്കിൽ തയ്യൽ പരിശീലനം കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ എപ്പോഴും സമൂഹവുമായിട്ട് എപ്പോഴും ആരെയെങ്കിലും ഇപ്പം മെമ്പർമാരെയോ പ്രസിഡൻറ്റിനെയോ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ ഒക്കെ കണ്ട് ഞാനിങ്ങനെ സംസാരിക്കും, എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പഞ്ചായത്തിലുണ്ടോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ബ്ലോക്കിൽ പെൺകുട്ടികൾക്ക് തയ്യൽ പരിശീലനം കൊടുക്കുന്നുണ്ട്, ഫ്രീ ആണെന്ന് അറിഞ്ഞു. പിന്നെ ഞാൻ അതിന് പോയി തയ്യൽ പരിശീലനത്തിന് ഫ്രീ ആയിട്ട് പഠിച്ചു. അപ്പോഴെനിക്ക് പഞ്ചായത്തിൽ നിന്നും ഒരു തയ്യൽ മെഷീൻ ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ ഞാൻ ഇരുന്ന് തയ്ക്കാൻ തുടങ്ങി. അന്ന് ഞാൻ അപ്പം ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ ആ സമയത്ത് എനിക്ക് ടൈപ്പ് പഠിക്കണമെന്ന് തോന്നി. ടൈപ്പിങ് പഠിക്കുന്ന കുട്ടികൾക്ക് ഫീസ് കൊടുക്കുന്നുണ്ട് ബ്ലോക്കിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഉടനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ ടൈപ്പ് പാസ്സായി, ലോവറും ഹയറും ഒക്കെ ഞാൻ പാസ്സായി. എനിക്കതിനൊക്കെ ഭയങ്കര ത്വരയായിരുന്നു. എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. 23-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് നമ്മളുടെ കടപ്പാടുകൾ, നമ്മളുടെ ബാധ്യതകൾ, നമ്മൾക്ക് മുന്നോട്ടുള്ള ജീവിക്കാൻ എന്തൊക്കെ നമുക്ക് മാർഗങ്ങളില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും. അത്രയും കാലം നമ്മൾ പേരൻസിൻ്റെ അണ്ടറിൽ കഴിഞ്ഞതുകൊണ്ട്, അവരെ ആശ്രയിച്ച് ജീവിച്ചതുകൊണ്ട് നമ്മൾ ഭാവി ജീവിതത്തെക്കുറിച്ചൊന്നും അന്നൊന്നും വലിയ കൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് കുഞ്ഞുങ്ങളെ വളർത്തണം, നല്ലൊരു ഭാവി ഉണ്ടാകണം, അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ സമൂഹത്തിലേക്ക് നോക്കാൻ തുടങ്ങിയത്. അതിന്റെ പ്രധാന കാരണം എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയപ്പോൾ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും വില്ലേജ് ഓഫീസിലേക്കൊക്കെ ഞങ്ങളെ പറഞ്ഞു വിടും, വരുമാന സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം എന്നൊക്കെ. നമ്മൾ ഓഫീസിൽ പോയി വേണം ചെയ്യാൻ. അപ്പം അറിയത്തില്ല എന്ന് പറഞ്ഞ അച്ഛൻ പറയും, അത് അവിടെ ചെല്ലുമ്പോൾ ആരോടെങ്കിലും ചോദിച്ചാൽ മതി മക്കളെ, അവരൊക്കെ പറഞ്ഞുതരും. നിങ്ങൾ ഇതൊക്കെ ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാണ്, അച്ഛൻ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് മരിച്ചുപോയാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ എല്ലാ കാര്യത്തിലും പറഞ്ഞു വിടുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു അപേക്ഷ വീട്ടിലിരുന്ന ഒരു അപേക്ഷ എഴുതുകയാണെങ്കിൽ അച്ഛൻ എഴുതില്ല. കാരണം അച്ഛൻ പറയും മക്കൾ പഠിക്കണം, അതുകൊണ്ട് ഞങ്ങളെ വിളിക്കും, ഞങ്ങൾ മക്കളെ വിളിക്കും. അങ്ങനെ അപേക്ഷ എഴുതാനൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ഓഫീസിൽ കയറി ചെന്നാൽ എനിക്കൊരു മടി കൂടാതെ ഞാൻ അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും, അപേക്ഷ മേടിക്കും, അത് പൂരിപ്പിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ബ്ലോക്കിൽ നിന്നാണേലും പഞ്ചായത്തിൽ നിന്നാണേലും വില്ലേജിൽ നിന്നാണെങ്കിലും എനിക്ക് എല്ലാ ആനുകൂല്യങ്ങളും അന്നത്തെ കാലത്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സമൂഹത്തിലേക്ക് കണ്ണു തുറന്ന് ഇരിക്കുന്നത് കൊണ്ട് തന്നെ പല ഓഫീസുകളിൽ നിന്നും ജനങ്ങൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭ്യമാകും, ഓരോ ഓഫീസിലെയും നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ എപ്പോഴും അന്വേഷിക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ചുറ്റുപാടുകളിൽ, ഞാൻ അങ്കണവാടി ടീച്ചറായിട്ട് ജോലി ചെയ്തെന്ന സമയത്ത് പലർക്കും പല ആനുകൂല്യങ്ങളും അവിടുത്തെ ആളുകൾക്ക് അറിയുണ്ടായിരുന്നില്ല. വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയത്തില്ലാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഞാൻ വില്ലേജിൽ നിന്ന് തന്നെ അപേക്ഷ മേടിച്ചു അവരെ കൊണ്ട് പൂരിപ്പിച്ച് ഒപ്പിടുവിച്ച് ഞാൻ കൊണ്ട് കൊടുത്ത് അങ്ങനെ പലർക്കും ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കുവാനും എനിക്ക് സാധിച്ചു എന്നുള്ളത്. അപ്പോൾ എനിക്ക് മാത്രമായിരുന്നില്ല, ഞാൻ ഒരു തയ്യൽ മെഷീനൊക്കെ അപേക്ഷ വയ്ക്കുമ്പോൾ അടുത്തുള്ള എന്നെപ്പോലെ പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഞാൻ വിളിച്ച് അവരോടൊക്കെ പറഞ്ഞ് അപേക്ഷ വെപ്പിച്ച് അങ്ങനെ പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം മേടിക്കാൻ ഞാൻ ഇവരെ പ്രാപ്തരാക്കുന്ന ഒരു സ്വഭാവം കൂടി എനിക്കുണ്ടായിരുന്നു. ജോലിയോടൊപ്പം തന്നെ അങ്ങനെ എനിക്കൊരു സാമൂഹ്യ സേവനം കൂടി ചെയ്തുകൊണ്ട് പോകാൻ സാധിച്ചു.